നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോടതിക്ക് മുന്നിൽ സുപ്രധാനമായ ഒരു കേസെത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയത്. അത് നിരോധിക്കേണ്ടതുണ്ടോ എന്ന നിലപാടാണ് കോടതി പറഞ്ഞത്. നിരോധിക്കേണ്ടതില്ല എന്നും മതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ മതം നിരോധിക്കാറില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇത് വാക്കാലുള്ളൊരു പ്രതികരണമാണ്. കേസ് വീണ്ടും ജനുവരിയിൽ പരിഗണിക്കും. ജനുവരി 23-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. പക്ഷേ അതേസമയം വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത്ര സന്തോഷകരമല്ലാത്ത വാർത്തകളും മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും വരികയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ യൂണിറ്റ് പിരിച്ചുവിടാൻ CPM നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതുണ്ടോ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലക്കേർപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി അങ്ങനെ കേരളത്തിൽ സജീവമാവുകയാണ്. ആ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ചെറുപുഴയിൽ നിന്ന് ശ്രീ സ്കറിയാണ്. ശ്രീ സ്കറിയ, വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു, പ്രതിഷേധം ചില ഘട്ടങ്ങളിൽ പരിധി വിട്ടു പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഗേറ്റ് ചാടി കടന്നും വാതിൽ ചവിട്ടി പൊളിച്ചും ഒക്കെയുള്ള പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ശ്രീ സ്കറിയ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നമസ്കാരം. നമസ്കാരം. കുറെ കാലമായി വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? അത് ശരി. ഞാൻ വിചാരിച്ച് ശ്രീ സ്കറിയ എന്തെങ്കിലും തിരക്കിൽ പെട്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാത്തതാണ്. തിരക്കുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. അത് ശരി. പിന്നെ എന്നെ പോലെ തന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും നമ്മളൊരു അവസരം കൊടുക്കണ്ടേ? അതെ, അത് വളരെ നല്ലൊരു ചിന്താഗതിയാണ്. മറ്റുള്ളവർക്കും കൂടി അവസരം കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജനാധിപത്യമാകുന്നത്. അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ള മനു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥി രാഷ്ട്രീയമേ പാടില്ല. കാരണം പാവപ്പെട്ട കാർന്നോന്മാര് കഷ്ടപ്പെട്ട് ഈ പിള്ളേരെ പള്ളിക്കൂടത്തിൽ 1-ാം ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ LKG തുടങ്ങി കോളേജിൽ അവരുടെ വിദ്യാഭ്യാസം നടത്തുന്നത് എത്ര ബുദ്ധിമുട്ടിയാണ് ആ കാരണന്മാർ ഇവരെ വിടുന്നതെന്നുള്ള കാര്യം ആദ്യം ഈ പോകുന്ന മക്കൾ പഠിക്കണം. പിന്നെ 1-2 ആൾക്ക് ആ കോളേജിൽ അല്ലെങ്കിൽ ആ സ്കൂളിൽ ഒരു നേതാവാകാനായിട്ട് അവിടെ പഠിക്കുന്ന 10,000-2000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുടക്കി ഇവരെ സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. മൂന്നാമത്തെ കാര്യം, മതം അല്ല വിഷയം. വിദ്യാർത്ഥികൾ നാളെ നമ്മുടെയൊക്കെ കാലം കഴിയാറായി. എനിക്ക് 50 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എല്ലാം കാലം കഴിയാറായി. എത്രയോ പ്രതീക്ഷകളോടുകൂടി കാരണവന്മാര് പഠിപ്പിക്കാൻ വിടുന്നതാണ്. അവരുടെ വീട്ടിലെ ഇടിമുറികൾ ഈ പഠിപ്പിക്കാൻ വിടുന്ന ആ സ്കൂളിലെ അല്ലെ പ്രിൻസിപ്പാൾ അടക്കം അവിടുത്തെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരടക്കം ആ കോളേജിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലായി. ഇടിമുറികളെല്ലാം ഒഴിവാക്കണ്ടേ? എല്ലാവർക്കും അവിടെ പഠിക്കണ്ടേ? 1-2 ആൾക്കാർക്ക് വേണ്ടി അവിടെ ബസ് തല്ലിപ്പൊളിച്ച് തന്നെ സമരം നടത്തുകയും ആ ജില്ലയിൽ സമരം ബന്ദ് നടത്തുകയും അല്ലെ ആ സംസ്ഥാന ബന്ദ് നടത്തുകയൊക്കെ ചെയ്യണം. ഇന്ന് തന്നെ ഞാൻ കണ്ടു ഗവർണർ പ്രസംഗിക്കുമ്പോൾ അവിടെ ഭയങ്കര കോലാഹലമാണ്. വ്യക്തമാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞതൊക്കെ കൃത്യമാണ്, നിലപാടും വ്യക്തമാണ്. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണോ? ശ്രീ സന്തോഷിന് എന്ത് തോന്നുന്നു? അത് വേണമെന്നാണോ തോന്നുന്നത്? അത് പ്രശ്നം വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പൾസ് പഠിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ സ്കൂൾ തലം തൊട്ട് പഠിക്കണം. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം. പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം വരുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കാൻ പാടില്ല. അതാണ് വേണ്ടത്. കാരണം ഇവരെ അക്രമവും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഏത് പാർട്ടി ആയാലും ഇപ്പൊ നിലനിൽക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജിലെ അവര് ഒരു വികലാംഗനായ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത്. അതും അതേ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥിയെ. അത് ചോദിക്കാൻ ചെന്ന ഒരു വിദ്യാർത്ഥി അത് സപ്പോർട്ട് ചെയ്ത് വിദ്യാർത്ഥിയെ അടിച്ച് നിലത്തിട്ടു. അപ്പം ചിന്തിക്കേണ്ടത്, ഈ അക്രമ രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പുറകെ SFI ആണെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും അതിന് പുറകെ മറ്റുള്ള സംഘടനകൾ, അതായത് പാർട്ടി മേലധികാരികൾ, ജില്ലാ സെക്രട്ടറി, അവരൊക്കെ ഇതിന്റെ പുറകെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഒരു പാർട്ടി ചെയ്യും. ഇപ്പൊ SFI ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും കോൺഗ്രസ് അങ്ങനെ ചെയ്തില്ലേ, കോൺഗ്രസ് ചെയ്ത SFI അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ വരും. ഇവരെ ചൂണ്ടിക്കാണിച്ച് എല്ലാവരും അക്രമത്തിലേക്ക് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ അക്രമത്തിൽ മരിച്ച രക്തസാക്ഷികളുടെ എണ്ണ പറഞ്ഞത്
ഞങ്ങൾ എത്ര ആൾ പോയി? നിങ്ങൾ എത്ര ആളെങ്കിലും പോയോ? ഏത് ഭാഗത്ത് നോക്കിയാലും SFI ആണ് അവിടെ മരണത്തിൽ കൂടുതൽ. ആ മരണത്തിൽ കൂടുതൽ SFI തന്നെ ചിന്തിക്കുക. ഞാൻ ഒരു ഇതിലേക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷെ SFIയുടെ രാഷ്ട്രീയം നമ്മളെ CPIയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അവരെ പോലും മർദ്ദിക്കുന്ന, അവർ ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്, എന്നിട്ട് പോലും അവരെ പോലും മർദ്ദിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, SFIക്കാർ ഒന്ന് വിലയിരുത്തി മനസ്സിരുത്തി ചിന്തിക്കുക. കാരണം ഏത് പാർട്ടിയുടെ എതിർഭാഗത്തുള്ളത് SFI ആണ്. അപ്പൊ ഒരു പാർട്ടിയെ മാത്രം എതിർക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടി ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ള പാർട്ടിക്ക് അത് ദഹിക്കുന്നില്ല. ദഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. വ്യക്തമാണ് താങ്കളുടെ. ഹലോ സാറേ, ഇപ്പൊ കുറെ ദിവസമല്ലേ കാണാത്ത? നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് സംസാരിച്ചല്ലോ, പക്ഷെ കുറച്ച് ദിവസമായി. ആഴ്ചക്ക് ഒന്നാക്കിയോ? ബാങ്കിൽ ലോണും കടമൊന്നും ഇല്ലെന്നോ അല്ലേ? അപ്പൊ ആഴ്ചക്കൊന്നേ വരുന്നുള്ളൂ. പിന്നെ സാറിന് നേരത്തെ വിളിച്ച പ്രേക്ഷകൻ സാറിന്റെ ആയുർരേഖയും കൂടെ പറഞ്ഞിട്ടാ പോയത് കേട്ടോ. ഞങ്ങൾക്കെല്ലാം 50 ആയില്ലേ, നമുക്ക് ഇനി അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞത്. എനിക്ക് 50 വയസ്സായി, തെറ്റില്ല. ഏതായാലും വളരെ നന്ദി, സന്തോഷം. അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കും. ശ്രീ കുഞ്ഞു മുഹമ്മദ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞഹമ്മദാണ് അല്ലേ? കുഞ്ഞഹമ്മദ് അല്ലേ? ശ്രീ കുഞ്ഞഹമ്മദ് എന്താണ് ധരിക്കുന്നത്? ഈ കുട്ടികൾ. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളതാണ്, പെട്ടെന്ന് നിരോധിക്കാനാകരുത്. ഇന്ത്യൻ ഭരണഘടന കുട്ടികൾ കോളേജിൽ പഠിക്കുക, പോരാടുക, ആശയത്തിൽ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പെട്ടെന്ന് നിരോധിക്കാനാകരുത്. നിരോധിക്കുന്നത് ചെറിയൊരു അഭിപ്രായം കണ്ട് കഷ്ടപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ കോളേജിലും സ്കൂളിലും പറഞ്ഞിട്ട്, അതായത് ഒരു രക്ഷിതാവിന്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഇത് ചില വിഷമങ്ങൾ തോന്നുന്നു, പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവർക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അല്ലേ? ഞാന് എന്റെ അഭിപ്രായം നിരോധിക്കണം. പക്ഷേ പെട്ടെന്നാകില്ല, പെട്ടെന്ന് പറ്റില്ല എന്നാണ് എല്ലാ വിവാഹ ജനങ്ങളും വിദ്യാർത്ഥികളും കൂടിയിരുന്ന് സർവ്വഹത്യോകരം പിടിച്ചു ചെയ്യേണ്ട കാര്യമായി. പെട്ടെന്ന് ഇപ്പം നടക്കുന്ന കാര്യമല്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നാണ് കേരള ഹൈക്കോടതി വാക്കാൽ പറഞ്ഞത്. മതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരുന്നു, മതം നിരോധിക്കാറില്ലല്ലോ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും P. കൃഷ്ണകുമാർ അടങ്ങിയ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖും P. കൃഷ്ണകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനുവരി 23-ന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ സംഘടനകളുടെ സമരം അക്കാദമിക് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യം പക്ഷേ കോടതി കാണുന്നു. കേസിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ പോലീസിന് കഴിയണം. പ്രിൻസിപ്പാളിനെ സമ്മർദ്ദത്തിൽ ആക്കരുത്, പ്രിൻസിപ്പാളിൻ്റെ സമ്മതത്തിനായി പോലീസിന് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകരുത് എന്നൊക്കെ കോടതി വ്യക്തമാക്കുന്നു. വിഷയത്തിൽ 3 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ശശിധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ താങ്കൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു? ഇന്ന് മനു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. അതെന്താ? അങ്ങനെയില്ല, ഇത് ഞങ്ങളുടെ ഒരു പരിപാടി. ഈ വിഷയം നമ്മുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ന്യൂനപക്ഷമായി പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ല ആവശ്യം. വിദ്യാർത്ഥികൾക്ക് സംഘടിക്കാൻ ഓരോരോ സ്ഥാപനത്തിലും മൊത്തം രാഷ്ട്രീയതരമായിട്ട് ഒരു പ്രസ്ഥാനമായ ഒരു സംഘടനയായിട്ട് ആ സ്ഥാപനത്തിന്റെ കോളേജായാലും സ്കൂളായാലും ആകാം. അവരുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെടാം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി സമരം ചെയ്യാം. പക്ഷെ ഇന്ന് നടക്കുന്ന അതല്ല. പുറത്ത് നടക്കുന്ന ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സമരത്തെക്കാൾ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലും സംഘർഷങ്ങളും ജനത്തിന് തന്നെ അലോരസമുണ്ടാക്കുന്ന വഴിതടയലും സമരങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് നിരോധിക്കണമെന്ന് പറയേണ്ടി വരുന്നത്. അതാരും ചർച്ച ചെയ്യുന്നില്ല. അതിന് അത്രയ്ക്ക് വഷളായി ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷങ്ങളുള്ള സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്നത് അവരുടെ ഏകാധിപത്യ പ്രവണത മാത്രമേ. കൂട്ടത്തിലുള്ള മുന്നണിപ്പെട്ട കക്ഷിക്ക് പോലും പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലാത്ത രീതിയിൽ അവർ പേർവാഴ്ച നടത്തുകയാണ്. അവർക്ക് ഭരണതലത്തിൽ സംരക്ഷണവും കിട്ടുന്നു. ഗവർണറെ പോലുള്ള ആളുകളോടുള്ള അഭിപ്രായത്തിൽ ഉണ്ടായിരിക്കാം. അതിനുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം ചെയ്യാം. പക്ഷെ കൊച്ചു പിള്ളേരെ ഇറക്കി വിട്ട് ആ ഗവർണർക്കെതിരെയും അല്ലെങ്കിൽ ഏർപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയും സമരം ചെയ്യാനായിട്ട് പോകുക എന്ന് പറയുമ്പോൾ
നമ്മുടെ വിദ്യാഭ്യാസ രംഗം കലുഷിതമായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്ത് ഒരു തർക്കം. ഈ നേതാക്കന്മാരുടെ ഒരു മക്കളും ഈ നേതൃസ്ഥാനത്തില്ല. മനുവിന് പറയാവുണ്ടെന്ന് ഏത് നേതാവിന്റെ മകനാണ് ഇന്ന് നേതൃത്വത്തിലുള്ളത്? ഒരു നേതാവിന്റെ മക്കളില്ല. എല്ലാ ഈ കുരങ്ങന്മാരെ കൊണ്ട് കുട്ടിയോറ് വാരിക്കുന്ന ഒരു അവസ്ഥയല്ലേ മനു ഇവിടെ ഉള്ളത്? പറയുന്നത് തെറ്റുണ്ടേ പറയാം. ഇല്ല, ഞാൻ അങ്ങയുടെ അഭിപ്രായത്തെ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ മാനിക്കുന്നു. വളരെ നന്ദി ഏതായാലും വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. നിയാസ് എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിയാസ് പറയുന്നത് ഈ ചാവേർ പടയാണ് ഈ പാവം കുട്ടികൾ. ആ ചാവേർ പടകളെ അങ്ങനെ കേരളത്തിന് ആവശ്യമില്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചാവേർ പടയായി കുട്ടികൾ മാറുന്നു എന്നാണ് നിയാസിൻ്റെ ഒരു പ്രതികരണം. ഏതായാലും ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സർ. യെസ്. ശ്രീ ജയകുമാറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചെന്ന് തോന്നുന്നു. അതോ കുറേ ദിവസമായോ? ഇല്ല കുറേ ദിവസമായി. കുറച്ച് ദിവസമായി. അതാ എനിക്കൊരു സംശയം, ഇടയ്ക്ക് സംസാരിച്ചോ എന്നൊരു സംശയം. പക്ഷേ ഇല്ല, കുറേ ദിവസമായി അല്ലേ? അതെ അതെ. ജയകുമാറിന് പക്ഷേ എന്നെ ഓർമ്മയൊക്കെ ഉണ്ട്, മറന്നിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് വല്ലതും ആണോ? ഏതാ സാറിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വല്ലതും ആണോ? അല്ല കാണുന്നില്ലേ ഇപ്പൊ സ്ഥിരം ഇങ്ങനെ മാറ്റി എല്ലാരും ആരാധകർ കൂടിയപ്പോഴേ മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ പിന്നെ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ്. കാരണം എന്നും വരുമ്പോൾ അതിലൊരു കൗതുകമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ പല ആളുകളും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും, അപ്പോൾ ഒരു സന്തോഷം. ചില ആളുകൾ പറയും ഇപ്പോൾ കാണാൻ കുറേ കൂടി ചെറുപ്പമായിട്ടുണ്ടെന്ന് പറയും, അപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ചില ആളുകൾ പല പല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അതൊരു സന്തോഷം. എന്നും കാണുമ്പോൾ നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ശശിധരൻ വയലാറിനെ പോലെ ചില ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞു, സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം, യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് വേറെ ആവശ്യം. അപ്പം നമ്മൾ തന്നെ ഇതിങ്ങനെ ഏകാധിപത്യം പോലെ കൈയടക്കി വെക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടും എനിക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവസരം കൊടുക്കും, അപ്പം ഞാനും വരിക എന്നതാണ് പൊതു നിലപാട്. പക്ഷെ ഈ പരിപാടി ജനങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഈ അഭിപ്രായം പറയുന്നത്. അത് ശരി. ജനങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ രീതി അനുസരിച്ച് ഈ വിളിക്കുന്ന പ്രേക്ഷകർക്കും കേൾക്കുന്നവർക്കും ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും പറയുന്നത്. ഞാനും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറേ, ഈ വിഷയത്തെ പറ്റി പറയണമെങ്കിൽ പിന്നെ ഈ ശരിക്കും ഇത് നിർത്തലാക്കേണ്ടതാണ്. കോടതി മതവും കലാലയ രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. മതം ഇതുപോലെയാണോ? ഇതുപോലെ അല്ലല്ലോ മതം. അവരവരുടെ കാര്യം നോക്കി പോകുന്നു. പിന്നെ ചുരുക്കം ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവണമല്ലാതെ ഇത് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമോ? എത്രയോ കുട്ടികൾ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്. ഈ കലാലയ രാഷ്ട്രീയ അക്രമം കൊണ്ട് എത്ര കുട്ടികൾ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്, പാവപ്പെട്ടവരെ കുട്ടികൾ. ഈ ഒരു പ്രത്യേക വിഭാഗം മാത്രം കൈയടക്കി വെച്ചു. ഏതെങ്കിലും ഒരു വിഭാഗം ഇലക്ഷനിൽ ജയിച്ചു വരികയാണെങ്കിൽ അവരെ ആക്രമിക്കുക. നാളെ ഭാവിയിൽ ഈ നേതാക്കന്മാർ നേതാക്കന്മാരായി മാറുക. പിന്നെ ഇവർ തന്നെ മന്ത്രിമാരാകുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് സാറേ? അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള. കോടതി അറിഞ്ഞത് നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീ ജയകുമാറുമായി കുറച്ച് ദിവസം ശേഷം വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. തോമസ് കെ സി നമ്മുടെ പൊതുവേദിയുടെ യൂട്യൂബിൽ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. തോമസ് കെ സി പറയുന്നത് ഞാൻ വലിയ തന്ത്രശാലിയാണെന്നാണ്. ഏതായാലും എന്നെ സമ്മതിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തന്ത്രം ഞാൻ മാറി നിൽക്കുന്നത് കൊണ്ടാണെങ്കിൽ അത് ഒരു ചെറിയ തന്ത്രമാണ്. അത് ഏതായാലും സമ്മതിച്ചല്ലോ, സന്തോഷം. അതോടൊപ്പം തന്നെ സുനിൽ NS എന്നൊരു പ്രേക്ഷകൻ SFIക്കെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അശോകയ്ക്കെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിന് മുതിരുന്നില്ല. അത് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തി ചിലപ്പോൾ എന്തെങ്കിലും കേസിൽ പ്രതിയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളത് കൊണ്ട് ഇതിനെ മൊത്തത്തിൽ അങ്ങനെ പരീക്ഷിക്കണമെന്നുള്ളത് മറ്റൊരു വശം. രഘുനന്ദൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എഴുതുന്നു, ശരിയായ രീതിയിൽ രാഷ്ട്രീയം എവിടെ ഉപയോഗിച്ചാലും അതിൽ ഒരു തെറ്റുമില്ല എന്ന് കോടതി തന്നെ പറയുന്നു എന്നാണ്. ശ്രീ രഘുനന്ദൻ്റെ അഭിപ്രായത്തോട് എനിക്കും യോജിപ്പാണ്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും. പക്ഷേ എല്ലാറ്റിനെയും ഇതുപോലെ ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണത പല ആളുകളിൽ നിന്നും കാണുന്നു എന്നതാണ് നമ്മളെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അടുത്ത ഒരു പ്രേക്ഷകൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ശ്രീ MP മണിയാണ്. അദ്ദേഹം ഷൊർണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു നേതൃരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ശ്രീ MP മണിക്ക് ഒരുപക്ഷെ കുറേ കൂടി ഈ വിഷയം ഗൗരവമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ശ്രീ MP മണി? അതെ എങ്ങനെ തോന്നുന്നു?
ഈ രാഷ്ട്രീയം നിരോധിക്കാനുള്ളതല്ല, അത് പഠിപ്പിക്കാനുള്ളതാണ്. അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം. എന്താണ് പ്രത്യയശാസ്ത്രം, എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, നമ്മുടെ പഴയ രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇപ്പൊ നടക്കുന്നത് പൊളിറ്റിക്സ് അല്ല, പോളിട്രിക്സ് ആണ്. ഇവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് എന്നറിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഭരണാധികാരികളെ കിട്ടാത്തത്. പ്രത്യയശാസ്ത്ര പഠനം കൃത്യമായി ഹൈസ്കൂൾ തലം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യപ്രാപ്തിയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, വകതിരിവുള്ള, നല്ല ചിന്തകളുള്ള രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഉണ്ടാവും. ഇത് വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്, വളരെ ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോ പ്രതിപക്ഷം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇപ്പൊ ചെയ്യാനുള്ളത് ഭരണകൂടത്തിന്റെ തെറ്റായ വഴികൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരം കാണുകയൊക്കെയാണ്. ഇത് പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൂടി ചെയ്യാൻ പഠിക്കണം, അവർ പഠിക്കണം. ഇപ്പോ നമ്മളുടെ വില്ലേജ് ഓഫീസുകളിൽ നിസ്സാരമായ ഒരു പോക്കുവരവ് പോലും ചെയ്യാൻ കഴിയുന്നില്ല. അഴിമതി കൊടികുത്തി വാഴുന്നു സർക്കാർ ഓഫീസുകളിൽ. ഈ നമ്മുടെ ഡോക്ടർമാര് അടുത്ത പോലെ സർക്കാർ ഓഫീസിൽ ചെന്നോ? ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. സർക്കാർ ഓഫീസിൽ ചെന്നല്ലോ. അപ്പൊ കൈക്കൂലി ചോദിക്കുകയാണ് അല്ലേ? കൈക്കൂലല്ല, കൈക്കൂലി പണത്തിന്റെ ചെലവുണ്ട് എന്നാണ് പറയുന്നത്. ശരി, പണത്തിന്റെ ചില ആവശ്യങ്ങളുണ്ട്, അവർക്ക് ചില ചെലവുകളുണ്ട്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു അല്ലേ? പണച്ചെലവുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരാണ് ആ മനുഷ്യനെ നന്നാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് അയാളെ തല്ലാനോ കുത്താനൊന്നും പോകരുത്. അയാളെ വ്യക്തമായി ഇതല്ല സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ശ്രീ MP മണിയായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറ് സംഭവിച്ചു. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും സംസാരിക്കാം. മുഹമ്മദ് യാസിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ യൂട്യൂബിൽ പ്രതികരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികൾ എന്നത് ഒരു വോട്ട് ബാങ്കായി നേതാക്കൾ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോൾ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ പലരും ഈ കണിയിലൊക്കെ ചെന്ന് വീടുന്നത്. അത് മനസ്സിലാക്കി കഴിയുന്നവർ അവർ ഈ സംഘടനകളിൽ നിന്ന് മാറി നിൽക്കുന്നു. കോളേജിൽ പഠിക്കാനാണ് പോകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പഠിക്കാൻ തന്നെയാണ് നമ്മൾ കോളേജിൽ പോകുന്നത്. പക്ഷേ പൊതു രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെ. അത് അക്രമാസക്തമാവുകയും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും ആളുകൾ ഇത്തരത്തിൽ അതിനെതിരെയൊക്കെ രംഗത്ത് വരുന്നത്. കാരണം എത്രയോ വിദ്യാർത്ഥികൾ പലപ്പോഴും അവരാക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇവിടെ നോക്കൂ, ഒരു ഭിന്നശേഷിക്കാരനായ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് അനസിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. അതുപോലെ പലയിടങ്ങളിൽ ഇടിമുറികളുണ്ടെന്ന് പറയുന്നു. ആളുകൾക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്യാനുള്ള ഒരു ലൈസൻസായി ഈ വിദ്യാർത്ഥി സംഘടനകളുടെ മെമ്പർഷിപ്പുകൾ മാറുന്നു. ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പഠിക്കാൻ അവിടെ എത്താൻ ഉള്ള സാഹചര്യം ഒഴിവാക്കുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കഥ നമുക്കറിയാം. എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഒരു പ്രവാസിയായി മനുഷ്യൻ മണലാരണ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയാളുടെ കുടുംബത്തിന് നാളെ ഒരു നേട്ടമുണ്ടാകും, ഒരു നല്ല സ്വപ്നമുണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ച് അത് കോളേജിലെത്തി. ആ കുടുംബത്തിൻ്റെ താങ്ങാവും താൻ ഇനി ആ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വരുമ്പോൾ തനിക്ക് അവൻ്റെ പിന്തുണയുണ്ടാകും, അവൻ്റെ പരിലാളനയുണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ച് വരുന്ന മനുഷ്യർക്ക് പറ്റുന്ന വലിയ ദുരന്തമാണ് നമ്മെക്കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്നത്. ഷാജി എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നു. ഷാജി കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് പൊതുവേദി ഓർമ്മ വന്നിരിക്കുകയാണ് അല്ലേ ഷാജി? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. പെട്ടെന്ന് ഓർമ്മ വന്നു, കുറച്ച് ദിവസമായി മറന്നുപോയിരിക്കുകയായിരുന്നു പൊതുവേദി അല്ലേ? അല്ല, ഞാൻ തിരക്കിലായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ തിരക്കാണ് എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ അത് നല്ലതാണ്. നമ്മുടെ രാഷ്ട്രീയം വിലക്കുന്നത് ശരിയാണോ എന്നുള്ളതാണല്ലോ സത്യത്തിൽ. അത് നിർത്തലാക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ എന്ന് പറയുന്നത് എല്ലാം കൊലപാതകങ്ങളെ നമ്മളെപ്പോഴും ന്യൂസിനകത്തൂടെ കാണുന്നതല്ലേ. ഇതൊരിക്കലും ഇപ്പോഴത്തെ രാഷ്ട്രീയം നല്ലതല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാ വിട്ടിരിക്കുന്നത്. അവര് പഠിക്കട്ടെ. 17-16 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന പിള്ളേർ രാഷ്ട്രീയം കളിക്കുന്ന കണ്ടിട്ടില്ലേ? എവിടെല്ലാം കോളേജിലൊക്കെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരത്ത് കണ്ടില്ല, കടാരികളോ പിന്നെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊക്കെ പിടിച്ചെടുത്തൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഈ ആയുധങ്ങളൊക്കെ കൊണ്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മൾ പലരും. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഏതായാലും വളരെ ശ്രീ ഷാജി, വളരെ നന്ദി ശ്രീ ഷാജി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന് നമുക്ക് ഒപ്പം ചേരുകയാണ്. ശ്രീ രാജൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ രാജൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണോ?
ഞാന് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ആ. സാറ് പിന്നെ മനു ഏതായാലും ഞങ്ങളെല്ലാം കൂടെ ഫേമസ് ആക്കി പുതിയൊരു ചാനൽ തുടങ്ങണം എത്രയും പെട്ടെന്ന്. നിങ്ങളെല്ലാവരും കൂടി എന്റെ ഉള്ള പണി കളയാനുള്ള രീതി നേതാവായിട്ട് ഇരുന്ന് ഇങ്ങനെ നന്നാവുന്ന ഇപ്പൊ ശ്രീകണ്ഠൻ നായർ കണ്ടില്ലയോ, വാർത്ത വായിച്ച് ഇപ്പൊ ഒരു കംപ്ലീറ്റ് ചാനലിന്റെ നേതാവായിട്ട് മാറിയിരിക്കില്ലേ. എന്നെ ഒരു ചാനൽ മേധാവിയായി ഞാനും ഒരു ചാനൽ മേധാവിയായി വരണമെന്നുള്ള ആഗ്രഹം അത് പൊന്നാകട്ടെ. ഇങ്ങനെയാണ് വളരുന്നത്. അല്ലാതെ ഇപ്പം പിന്നെ റിലയൻസിന്റെ ആ അംബാനി ആ റോഡിൽ ഇരുന്ന് നൂല് വിറ്റായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമായിരുന്നു. അപ്പൊ നമ്മളും ഏതായാലും അങ്ങയുടെ ആഗ്രഹം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ചാനൽ മേധാവിയായി ഞാനും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട് എന്ന് ചാനലിന്റെ പൈസ ഞാൻ എടുത്തോളാം. കാരണം ഞാൻ ഇത്രയും ഫേമസ് ആക്കി, അത് മറക്കരുത്. ഇല്ല ഞാൻ മറക്കുന്നില്ല. ഏതായാലും ആളുകൾ നമ്മളോടുള്ള സ്നേഹമാണല്ലോ നമ്മുടെ കരുത്ത്. അപ്പൊ അത് ഒരു കാലത്തും മറക്കില്ല. അതെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ 10-30 വർഷം മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട ആ രംഗം ഞാൻ ഓർക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കത് വീണ്ടും കാണുമ്പോൾ അതിനെ കുറിച്ച് വിശദമായി കാണുമ്പോൾ നമുക്ക് അത് എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ നിരോധിക്കണം. കാരണം ചൈനയില് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ല. ഞാൻ അവിടെ പോയിരുന്നു. ചെന്നപ്പോ അവിടെ കോളേജുകളിലൊന്നും വിദ്യാർത്ഥിയോ രാഷ്ട്രീയമോ അവിടെ സമരം ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല. രണ്ടാമത്തെ കാര്യം ചൈനയിൽ എപ്പോഴാ പോയത്? ഞാൻ 2012. അപ്പൊ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ല. കോളേജുകളിലൊക്കെ കുട്ടികൾ വരുന്നു, പഠിക്കുന്നു. ഇല്ല, വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെ. കാരണം CPM-ന്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ചൈനയില് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സമരമോ റോഡിലിറങ്ങി വൃത്തികേട് കാണിക്കോ, കരിങ്കൊടി പൊക്കി കാണിക്കോ, തുണി പൊക്കി കാണിക്കോ ഒന്നും ചെയ്യുന്നില്ല അവിടെ. അത് ഇവിടുത്തെ CPM-കാരോടൊന്ന് പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഇവിടെ ഭരിക്കാൻ പറ്റുന്ന കുടുംബക്കാരുണ്ട്. പിന്നെ ഇപ്പം ഗാന്ധി കുടുംബം, നെഹ്റു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി വന്നപ്പോ കഴിഞ്ഞതിന് ശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിന് ശേഷം സോണിയ, പിന്നെ പപ്പു, പിന്നെ പിങ്കി, ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇപ്പം മനോദർ, റോബർട്ട് വധേര വരും, മറ്റു മക്കളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ശബരിനാഥ് അപ്പന്റെ കെയർ ഓഫിൽ വന്ന ആൾക്കാരാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുരളീധരന്, പത്മജ, ഇനി അവരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഭരിക്കട്ടെ. ഇങ്ങനെ ഒരേ കുടുംബക്കാർ തന്നെ നമ്മളെ ഇങ്ങനെ ഭരിച്ചു പോട്ടെ, ഭരിച്ചോണ്ടിരിക്കട്ടെ. അല്ല, പക്ഷെ അത് ജനങ്ങൾ തെരഞ്ഞെടുക്കുകയല്ലേ. നമുക്കിപ്പോ അതിൽ എന്ത് പറയാൻ കഴിയും? ഒരാളുടെ അച്ഛൻ മന്ത്രിയായതുകൊണ്ട് ഞാനൊന്നും എനിക്ക് എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഭരിച്ചോണ്ടിരിക്കട്ടെ ഞാൻ പറഞ്ഞു. ഏതായാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ താങ്കളെ അങ്ങേയറ്റം നമ്മളെ പൊതുവെ തുടങ്ങിയ സമയത്ത് ഞാനാണ് പേര് വിളിച്ചു പറഞ്ഞത് ആദ്യം. വ്യക്തമാണ് താങ്കളുടെ നിലപാടും അഭിപ്രായം. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് ചേരുകയാണ്. റഷീദിന് എന്താണ് പൊതുവേദിയിലേക്ക് വിളിക്കാത്തതെന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു. കാരണം കുറേ ദിവസമായി അതുപോലെ ഒരാളാണ് മോഹൻദാസ് ആലത്തൂർ. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. മോഹൻദാസ് ആലത്തൂർ എല്ലാ ദിവസവും ഇടയ്ക്ക് പൊതുവേദി അരമണിക്കൂറുള്ളപ്പോൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കുറേ ആയി കാണുന്നില്ല. അപ്പോൾ റഷീദ് എന്തുകൊണ്ട് ഇതുപോലെ വിളിക്കുന്നില്ല എന്ന് ഞാൻ ശ്രീ റഷീദിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് കൊയിലാണ്ടിയിൽ നിന്നുള്ള റഷീദ്. ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? ഈ കുട്ടികൾ സമരം ചെയ്യണോ, കൊടി പിടിക്കണോ, എന്തു വേണം എന്നാണ് ശ്രീ റഷീദ് കരുതുന്നത്? ഏതായാലും മനുവിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമാണ്. മനുവിനോട് സംസാരിക്കുന്നതിന്റെ ഒരു എനർജിക്ക് ഉണ്ട്. ഞാൻ പലപ്പോഴും വിഷയം വളരെ ഗൗരവമായി കൊണ്ടുവരുമെങ്കിലും പക്ഷേ മനുവിനോട് സംസാരിക്കുമ്പോൾ അത് ലളിതമായി പോകാറുണ്ട്. മനുവിന്റെ സംസാര ശൈലി ആ രീതിയിലായതുകൊണ്ട് കാര്യങ്ങൾ ലളിതമാകുന്നതാണ്. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. 18 വയസ്സ് വോട്ടവകാശമുള്ള ഒരു രാജ്യത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവർ രാഷ്ട്രീയത്തിലേക്കും വരേണ്ട ഒരു നാട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല, തടയേണ്ടതില്ല എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എന്റെ മകള് മഞ്ചേരി നോബൽ വുമൻസ് കോളേജിൽ വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത അതിനെ ഞാൻ പിന്തുണക്കുകയും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വല്ലാതെ അക്രമങ്ങൾ,
നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിമിനലിസം വളർത്തുന്നുണ്ടോ എന്ന രൂപത്തിലെ കലാലയങ്ങൾ വല്ലാതെ മോശമാകുന്നുണ്ട്. ആ രീതിയിലൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയം പോകാനും പാടില്ല. അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് സജീവമായിട്ട് ചർച്ചയിലേക്ക് വന്നുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരു തരത്തിലും അക്രമ വസനയിലേക്കോ ക്രിമിനലുകളായോ അതേപോലെ കോളേജുകളിലൊക്കെ ഇടിമുറികളിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ രീതിയിലേക്കൊന്നും നമ്മുടെ വിദ്യാർത്ഥികളെ ആ വഴിയിലേക്കൊന്നും വഴിതിരിച്ചു വിടാതെ അവർ പഠിക്കുകയും വേണം, രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുകയും വേണം. കാരണം നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ജനാധിപത്യം എന്താണെന്നും അതിന്റെ ആ സൗരഭ്യം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി വളർന്നു വരേണ്ടവരാണ് നമ്മുടെ മക്കൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും രണ്ടല്ലേ. ചൈന ജനാധിപത്യ രാജ്യമാണ്. ഇപ്പൊ ഒരാള് സംസാരിച്ച് ഞാൻ കേട്ടത് ചൈനയിൽ ജനാധിപത്യം ഇല്ലല്ലോ. അപ്പൊ നേരെ മറിച്ച് ഇന്ത്യ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം, ചൈനയിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, രാഷ്ട്രീയമായിട്ടും വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളർന്നു വരുന്ന മക്കളായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം. ആ രീതിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുവരികയും അതിന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുൻകൈയെടുക്കുകയും ഏത് രാഷ്ട്രീയ പാർട്ടി ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്കോ അതല്ലെങ്കിൽ ആ രീതിയിലേക്കോ ഉള്ള പ്രവർത്തനങ്ങളോ ഞങ്ങളൊന്നും അനുവദിക്കുകയില്ല. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നേതാക്കൾ അതിനെ പിന്തുണക്കുന്നുമില്ല. അപ്പൊ ആ രീതിയിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരോടായി പറയുന്നത് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്. അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം വേണം, അവർ രാഷ്ട്രീയമായി അവർ വളർന്നു വരണം, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം, രാജ്യത്തെക്കുറിച്ച് പഠിക്കണം, രാജ്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പഠിച്ചു വളർന്ന മക്കൾക്കാണ് രാജ്യ പുരോഗതിയിലേക്ക് രാജ്യം ലോകരാജ്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കൂ. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ ഭരണാധികാരികളും ഈ രാജ്യത്തെ നയിക്കേണ്ടവരും എന്നാണ് അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ റഷീദ് വളരെ വിശദമായ വിഷയം ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് നമുക്ക് പൊതുവെ യോജിക്കാൻ കഴിയുന്ന ഒരു അഭിപ്രായമാണ് എപ്പോഴും ശ്രീ റഷീദ് പറയാറുള്ളത്. ജോൺ ലക്ക് എന്നൊരു പ്രേക്ഷകൻ, ജോൺ ലക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വളരെ ഭാഗ്യവാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ കലാല രാഷ്ട്രീയം നല്ലത് തന്നെ. ജോൺ ലക്ക് പറയുന്നത് വളരെ കൃത്യമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കാത്തൊന്നും നമുക്ക് നന്നായി ചെയ്യാൻ കഴിയില്ല. എത്ര അക്രമങ്ങൾ അല്ലാതെ കേരളത്തിൽ നടക്കുന്നു, രാഷ്ട്രീയ സംഘർഷ വാർത്ത കലാലയങ്ങൾ കുറവല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. കലാലയത്തിന് പുറത്തും അക്രമം നടത്തുന്നു എന്ന് ജോൺ ലക്ക് പറയുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ അല്ല യുവാക്കളാണ്, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യാം, രാഷ്ട്രീയമില്ലെങ്കിൽ അവർ പ്രതികരിക്കില്ലേ. ഒരു വ്യക്തമായ രാഷ്ട്രീയത്തിൽ അവർ സമരം ചെയ്യും എന്നാണ് ശ്രീ ജോൺ ലക്ക് പറയുന്നത്. ശ്രീ ജോൺ ലക്കിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത് വളരെ വിശദമായി തന്നെ ശ്രീ ജോൺ ലക്ക് എഴുതുകയും ചെയ്യുന്നു. തോമസ് കെ സി പറയുന്നത് എന്നെ അഭിനന്ദിക്കുന്നു. ഏതായാലും തോമസ് കെ സി, ഞാൻ യൂട്യൂബിലെ ഈ അഭിപ്രായങ്ങൾ വായിക്കുന്നത് ഇതിനെയാണ് അഭിനന്ദിച്ചിരിക്കുന്നത്. തോമസ് കെ സിയുടെ അഭിനന്ദനങ്ങൾ അത്യധികം സന്തോഷം തന്നെ. തോമസിനെ പോലുള്ള ആളുകളുടെ പ്രതികരണം ആണ് നമ്മൾ പ്രധാനമായും ഈ ഇത്തരം പരിപാടികളിൽ കൂടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകനാണ്. അദ്ദേഹം കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, സുഖമായിരിക്കുകയാണോ? യെസ്, സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ സുഖമാണ്. എന്ത് വിചാരിക്കുന്നു? ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ കലാലയ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണോ? SFI ആയിരുന്നു, സ്കൂളിൽ SFI ആയിരുന്നു, കോളേജിൽ SFI തന്നെ ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് DYFI ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. 2020 മെമ്പർഷിപ്പിൽ നിന്നും മാറി കഴിഞ്ഞാൽ ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ മാറിയെന്നേ ഉള്ളൂ. അപ്പം ഈ കലാലയ രാഷ്ട്രീയം നിർത്തണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഭിന്നശേഷിക്കാരനെ വരെ നെഞ്ചാമൂടി ഇടിച്ച് വാട്ടുന്ന ഈ SFIക്കാരനെ ഒന്നും അല്ല നമ്മൾ പണ്ടത്തെ SFIയിൽ നമ്മൾ അങ്ങനെ ഒന്നുമല്ല കണ്ടിരുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഒരു അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, അവിടെ കൊല്ലത്ത് പഠിക്കുന്ന സമയത്ത് ഈ അക്രമ രാഷ്ട്രീയത്തിനൊക്കെ എതിരെയുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നോ? അത് അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊന്നും നിലപാടൊന്നുമില്ല. അന്ന് നമുക്ക് ബസ്സിന്റെ മുമ്പിൽ ചെല്ലപ്പം കമ്പും കല്ലും ഒക്കെ ആയിട്ട് നമ്മളും പോകുമായിരുന്നു. ആൾക്കാർ നേതാക്കളുടെ മുമ്പിൽ കൂടെ തന്നെ പോകും. പക്ഷെ ഇതിനകത്ത് ഭിന്നശേഷിക്കാരനെ വരെ മുറിയിലെടുത്തിട്ട് ഇടിക്കുന്ന പരിപാടി ഇതിപ്പോ ഇപ്പോഴത്തെ ഫാഷനാണ്. ഇതിന്റെ കാരണം വേറെ നല്ല തലപ്പത്തിരിക്കുന്ന ആർഷോ ഉൾപ്പെടെ ഉള്ളവർ ആ രീതിയിൽ തന്നെ ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണനും കമ്പും വടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ പോയിട്ടുള്ള ആളെയല്ല അതൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനെ ഒരു മുറിയിലെടുത്തിട്ട് ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ സംഘടന എത്തിയെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞവരെ തന്നെ ഞാനും പറഞ്ഞു, ഈ രാഷ്ട്രീയം കൊണ്ട് വേണ്ട. കാര്യം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടികൾ പഠിക്കുന്ന ഈ പിള്ളേരെയൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പം കോളേജിലെ അധ്യാപകർക്ക് പേടിയായി. ഈ
രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ പിള്ളേരെയും കാണുമ്പോൾ ഇവർക്കൊന്നും പേടി. ഇവരൊക്കെ ഷേപ്പ്, ഇവരൊക്കെ കുറെ രൂപങ്ങൾ, താടിയും ഒക്കെ ചെന്ന് ഇവരെ ഡ്രസ്സും ഒക്കെ ചെന്ന് ഇവർക്ക് അധ്യാപനയൊക്കെ ഒരു ബഹുമാനവും ഇല്ല. പിന്നെ ഇതിനകത്ത് ഈ രാഷ്ട്രീയം ഇത്രത്തോളം രൂക്ഷമായിട്ട് അങ്ങനെ ക്രൂരമായ രീതിയിലേക്ക് പോകാൻ കാരണം ഈ കോളേജിലൊക്കെ തന്നെ, ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജാണെങ്കിൽ അവിടുത്തെ അധ്യാപകരൊക്കെ അങ്ങ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള അധ്യാപകരൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതലും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഇവർ ഇത്രയും ധൈര്യം തരുന്നത്. അപ്പൊ ഇത്രയും അമിതമായ ധൈര്യമൊക്കെ വന്ന് ആ ഇപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ശിക്ഷയൊക്കെ എന്തെങ്കിലും ന്യായം പറയുമായിരിക്കും. ആ പൂക്കോട് സർവകലാശാലയിലൊക്കെ എന്തുവാ നടന്നത്, അതുപോലെ ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതും അങ്ങ് പോകും. പിന്നെ ശശികാരൻ ഇപ്പൊ പറയുന്നു ഇന്ന് ഇത് വനച്ചേട്ടൻ ഇത് കളഞ്ഞ് നാളെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശശി പോയി, എല്ലാം പോയി, അടുത്ത ഒരു വിഷയം വരെ ആൾക്ക് ചെറുക്കന് കിട്ടിയല്ല. അപ്പൊ ഇനി കുട്ടികളൊക്കെയുള്ള ഇനി ഇത് കാണിക്കാതിരിക്കണം. നേരത്തെ പറഞ്ഞാണ് ഇനിയും അങ്ങ് പതുക്കെ അങ്ങ് നിർത്തിയാൽ പോലും. അപ്പൊ ഞാൻ തന്നെ അല്ല 4 ദിവസം ഒരു വണ്ടി അടിച്ച് ഒരു 18 സീറ്റുള്ള വണ്ടിയിൽ കുറെ വണ്ടി അടിച്ച് മരിച്ചുകൊണ്ട് 6 പേര് മരിച്ചുകൊണ്ട് ഇനി 18 സീറ്റുള്ള വണ്ടി ആരുണ്ടോ അയാൾ മാത്രം ഓടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ആരാണ്ടൊക്കെ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കോടതിയിലേക്ക് ചിലപ്പോൾ തള്ളിപ്പോവുമായിരിക്കും. എങ്കിലും അങ്ങനെ പറഞ്ഞു. അതും അങ്ങനെ പറയുന്ന പോലെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി. കോളേജിൽ സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ച ചിലപ്പോൾ ഈസിയായിട്ട് നടക്കും. അല്ലാതെ ഈ ഒരു കാര്യം അപ്പൊ നാളെ മുതൽ കണ്ട് ഫ്ലെക്സ് വെക്കലെന്ന് പറയുന്നു. അപ്പൊ റോഡുകളിലൊന്നും അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തായി ഈ ഭിന്നശേഷിക്കാരനെ ഇടിക്കാൻ നിന്ന സ്ഥിതിക്ക് ഇനി 3 പാർട്ടിക്കാർ ഇപ്പൊ എല്ലാം ശരി, എല്ലാം ഇവിടെ നിന്നോട്ട്. ഇപ്പോൾ നിങ്ങൾ ആരും പൊടി പൊക്കി പോകാൻ പാടില്ല. അപ്പൊ എന്ന് കഴിഞ്ഞാൽ ഇവർ മാത്രമായിട്ട് സമരം ചെയ്ത് വെളിയിൽ വരുമ്പം ഇവരെ സീനിയേഴ്സ്, അതായത് സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേസ് വരുമ്പം കോൺഗ്രസ് ആയാലും SFI വരുമ്പം CPM ആയാലും ABVP വരുമ്പം BJP ആയാലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ ഇത് അതങ്ങ് നിൽക്കുമല്ലോ. റോട്ടിൽ ഇറങ്ങുന്നുണ്ട്, പോലീസ് പിടിക്കണമെന്ന് പറയും. കോളേജിനകത്ത് നിന്ന് കല്ലെറിയുകയാണെങ്കിൽ കോളേജിനകത്ത് കയറിക്കോളാനും കൂടെ പോലീസിന്റെ അനുവാദം കൊടുക്കുകയും ചെയ്യണം. അതിന് ഡിസ്ട്രിക്ട് കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ നിഷ്പക്ഷപാതിയായ അരുൺ കെ വിജയനൊക്കെയുള്ള തലശ്ശേരി കൊന്ന കളക്ടർമാരൊന്നും വേണ്ട, നിഷ്പക്ഷപാതിയായ ഒരു ഡിസ്ട്രിക്ട് കളക്ടർമാരുള്ള സ്ഥലത്ത് അങ്ങനെ അവർക്ക് ചുമതല ഏൽപ്പിക്കുക. എന്നിട്ട് ഇതങ്ങ് ഒതുക്കുക. അങ്ങ് ഒതുക്കി അങ്ങ് ഒതുങ്ങും ഈ ഒരു ചാട്ടവും വെള്ളവും. വ്യക്തമാണ്. ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ജയകുമാർ നമ്മുടെ ഒരു പൊതുവേദിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് ഈ കലാലയ രാഷ്ട്രീയം കൊണ്ടുള്ള മെച്ചം മുമ്പുള്ള ആളുകളെക്കാൾ തണ്ടുള്ള ആളുകളായിരിക്കും അടുത്ത് വരുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നത് പിണറായി വിജയനെയൊക്കെയാണ്. ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയം പക്ഷേ കേരളത്തിൽ അനുദിനം രക്ഷിതാക്കൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സർക്കാരിനും ഇടത് സംഘടനകളും ഒക്കെ ഗവർണറുമായി ഏറ്റുമുട്ടുന്ന പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുക എന്നത് ഒരു സാധാരണ രീതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികൾ കലാലയങ്ങളിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അതുപോലെ ആ ഘട്ടങ്ങളിൽ മഹാത്മജി ആകട്ടെ വിദ്യാർത്ഥികളോട് സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഒഴിവാക്കി സമരരംഗത്ത് ഇറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പലരും അവരുടെ പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അന്ന് ഗാന്ധിജിയെപ്പോലുള്ളവർ ഉയർത്തിപ്പിടിച്ചൊരു വലിയ കാര്യമുണ്ടായിരുന്നു, അത് അഹിംസയായിരുന്നു. അഹിംസയിലും പരസ്പര സഹവർത്തിത്വത്തിലുമൊക്കെ ഊന്നിയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് അന്നത്തെ നേതാക്കൾ എല്ലാം മുന്നോട്ട് വെച്ചത്. ആ കാലം മാറുകയാണ്. ഈ ആശയങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടാൻ കഴിയാതെ വരുമ്പോൾ ആയുധം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ക്യാമ്പസുകളിൽ വ്യാപകമാകുന്നു. പലയിടങ്ങളിലും നിരപരാധികളായ കുട്ടികൾ ആക്രമണത്തിന് ഇരയാകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് മാറി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നത്. ഏതായാലും നിരവധി പെറ്റീഷനുകളാണ് കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ജനുവരി 23 രാഷ്ട്രീയം നിരോധിക്കുന്നത് ഒരു പരിഹാരമാർഗമല്ല എന്ന് കോടതി പറയുന്നു. പകരം ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത് എന്ന് കോടതി പറഞ്ഞു. പക്ഷേ ഇത് തടയാൻ എങ്ങനെ കഴിയും എന്ന ഒരു ചോദ്യം അപ്പോൾ ആ ഘട്ടത്തിൽ ഉയരുന്നു. അതിന് കുറെ കൂടി കർമ്മനിരതരായി ആളുകൾ രംഗത്തിറങ്ങണം. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഭാഗത്ത് നിന്നൊക്കെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ ക്യാമ്പസിനകത്തെ രാഷ്ട്രീയത്തിൽ അനാവശ്യമായുള്ള ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് ഇതിലേക്ക് കടക്കാൻ. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
യെസ്, പൊതുവേദി തുടരുകയാണ്. തോമസ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, EPF പെൻഷൻ വിഷയം പ്രേമചന്ദ്രൻ ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു. ഏതായാലും അത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കും എന്ന് വ്യക്തമാക്കാം. ശ്രീ തോമസിൻ്റെ അഭിപ്രായം വളരെ കൃത്യമാണ്. സനൽ എന്നൊരു പ്രേക്ഷകൻ ഹരിപ്പാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സനൽ, സനൽ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? സനൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഭാഗമായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു കൊടിയൊക്കെ പിടിച്ച് പാതയിലൂടെ നടന്നു പോകുന്ന, സമരം പിടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സാറേ, എന്റെ വിദ്യാഭ്യാസ കാലങ്ങളിലുള്ള സമരം കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്നത്തെ പൊതുവെയുള്ള വിഷയങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നൊരു 87-88 കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറിയാണ് ഇപ്പോഴത്തെ. അല്ല, അന്നും അക്രമമൊക്കെ ഉണ്ടായിരുന്നില്ലേ? 87-88 ഒക്കെ അടിയും ലഹളയും വെട്ടും അല്ലേ ഉണ്ടായിരുന്നില്ലേ? അല്ല, അന്നുണ്ടായിരുന്നു സാറാ. പക്ഷെ അന്ന് നമുക്ക് ഒരു ബസ് യാത്ര ചെയ്യാൻ പോലുള്ള സൗകര്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെ പൊതുഗതാഗതം വർദ്ധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ബസ്സിനൊക്കെ വേണ്ടിയുള്ള സമരമാണ് അല്ലേ? അതിനെ കൊടുത്തൊക്കെയുള്ള സമരമാണ്. പക്ഷെ അക്രമാസക്തമായ ഒരു സമരം അന്നുമില്ല. അന്ന് അവിടെ അടിയൊന്നും ഇല്ല, ഈ ഹരിപ്പാടും ആലപ്പുഴയിലൊന്നും. അല്ലെങ്കിൽ അടിയുണ്ട് സാർ, അടിയുണ്ട്. പക്ഷെ അത് ഒരു മറ്റ് രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക്, അതായത് സ്ഥിരം കാണുന്ന കുറെ ആൾക്കാര് അവര് വ്യക്തിപരമായ കാരണങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ ചില വിയോജിപ്പുകൾ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് രാഷ്ട്രീയം. പക്ഷെ ഈ രാഷ്ട്രീയം നിരോധിക്കുക എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊരു ചേർന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരു അക്രമാസക്തമായി ചിലപ്പോൾ ചില കൊലപാതകങ്ങൾ ഉണ്ടായി എന്നുമ്പോൾ രാഷ്ട്രീയം ഇന്ത്യ ഒട്ടുക്ക് നിരോധിക്കുന്നത് ശരിയായ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മതങ്ങള് ആയിട്ട് എന്തുമാത്രം ഇന്ത്യയിൽ മൊത്തം മതവികാരങ്ങൾ ഇളക്കി വിട്ട് ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ മാറ്റം വന്നാൽ മതങ്ങൾ നിരോധിക്കുന്ന എന്ന് പറയുന്നതിലേക്ക് എത്തപ്പെടും. അപ്പൊ അത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതല്ല, അത് അക്രമാസക്തമാകാതെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ അക്രമം നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശ്രീ സനൽ? സനൽ നേരത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും അക്രമത്തെ എതിർക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ക്യാമ്പസുകളിൽ അക്രമം ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ക്യാമ്പസിൽ അക്രമം ഒഴിവാക്കാനായിട്ട് വിദ്യാർത്ഥികൾ അവരെ രാഷ്ട്രീയക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടെ പോകേണ്ട കാര്യങ്ങളാണ്. അവർ പഠിപ്പിക്കണം, മുതിർന്ന രാഷ്ട്രീയക്കാർ പഠിപ്പിക്കണം. ഈ റാഗിങ് പോലുള്ള കാര്യങ്ങള് അതൊക്കെ ശക്തമായ നിയമ നടപടി കൂടെ അത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ അത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയം ഒരു കുറ്റമറ്റ അല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് വിദ്യാർത്ഥി രാഷ്ട്രീയവും എല്ലാം നിരോധിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് അധികം താമസം വേണ്ട. നമുക്ക് ഒരു 5-10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അതാണ്. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുമോ? നമ്മൾ അടിയന്തരാവസ്ഥയെ നേരിട്ടവരാണ്. നമ്മൾ ഇതിനേക്കാളൊക്കെ വലിയ ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഓടിച്ച പൂർവികരുടെ പിൻഗാമികളാണ്. അതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ നമ്മളെ ജനാധിപത്യത്തിൽ നിന്ന് ഓടിക്കാൻ കഴിയുമോ എന്നത് നമുക്ക് നോക്കാം അല്ലേ? ശരി, ഏതായാലും വളരെ നല്ലത്. ശ്രീ സനലിൻ്റെ അഭിപ്രായം കൃത്യമാണ്. സുനിമോൾ എന്നൊരു പ്രേക്ഷക നമുക്ക് ഒപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന് സുനിമോൾ പറയുന്നു. സുനിമോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതായാലും അക്രമം ഉണ്ടാകാൻ പാടില്ല എന്ന് സുനിമോൾ പറയുന്നു. സമാധാനപരമായി ഉള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. സുനിമോളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല, അക്രമത്തെയാണ് എല്ലാവരും എതിർക്കുന്നത്. ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല, പുറത്തുനിന്നുള്ള ഇടപെടലായിരിക്കും സുനിമോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി ഇടപെടൽ ഉണ്ടാകുക എന്നത് നടക്കുന്നു, അത് അക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ചർച്ചകൾ വരുന്നത്. ബിനോയ് നമുക്കൊപ്പം ചേരുന്നു, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ബിനോയ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് അല്ലേ? 100% വിദ്യാർത്ഥി രാഷ്ട്രീയ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കുറച്ചും കൂടി ഉറച്ച ഒരു ശബ്ദം
ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വിചാരം തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇല്ല, താങ്കളുടെ വിചാരം 100% ശരിയാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു പൊതുപ്രവർത്തനാണ്. ഞാൻ വ്യാപാരി കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ച് ഞാൻ പറയുന്നു, നമ്മളുടെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം 100% ആവശ്യമാണ്. കാരണം ഞാൻ പറയുന്നത്, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത കലാലയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. അവിടെ ഈ ഗ്യാങ്ങുകൾ വരും, ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടാവും. അവിടെ നെക്കോട്ടിക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത ഇതാണ്. രണ്ടാമത്, ഇന്നത്തെ 80% വിദ്യാർത്ഥികളും അരാഷ്ട്രീയവാദികളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ഒരു മകളടുത്ത് ചോദിച്ചു, ആരാണ് മോളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കുക, പ്രധാനമന്ത്രി അറിയുന്നില്ല. ഗൂഗിൾ എടുത്ത് ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു താടി വെച്ച ഒരു മനുഷ്യൻ. അല്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് പറയുന്നത്. അതായത് കലാലയങ്ങളിൽ അരാഷ്ട്രീയവാദം അഴിഞ്ഞാടുന്നു. അതുകൊണ്ട് 100% കലാലയങ്ങളിൽ രാഷ്ട്രീയം, പിന്നെ അതിനെ നിയന്ത്രിക്കണം എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണ് കലാലയങ്ങളിൽ അക്രമം അഴിച്ചുവിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞ എല്ലാ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെയും ഞാൻ പറയുന്നില്ല. ചില ആളുകളുടെ ഒരു താവളമാക്കി അവരിതിനെ വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ കലാലയങ്ങളുടെ രാഷ്ട്രീയം അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികൾ തന്നെ ഇടപെടണം. നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, ഇപ്പോഴത്തെ യാത്രാക്ലേശമൊക്കെ ആയി. ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ST ഉൾപ്പെടെയുള്ള ബസ് ചാർജുകൾ. അത് വിദ്യാർത്ഥി സമരത്തിലൂടെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെ 90% ഇന്ന് മന്ത്രിമാരായാലും MLA അവരെല്ലാരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. 10% സ്പോൺസറായിട്ട് വേറെ ഏതെങ്കിലും സെഷനുകൾ ഇന്ന് വരുന്നത്. ബാക്കിയെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടുകൂടി വരുന്നതാണ്. എന്റെ വിനീതമായ ഒരു അഭ്യർത്ഥന, വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്തിന് അത്യാവശ്യമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അവിടെ അരാഷ്ട്രീയവാദം ഉണ്ടാകും, അവിടെ നെക്കോട്ടിക് ഉണ്ടാകും, ഗ്യാങ്സ്റ്റാർ ഉണ്ടാകും. ഗ്യാങ്ങുകൾ തമ്മിലാണ് വെല്ലുവിളിക്കുന്നത്. പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണെങ്കിൽ 2 പാർട്ടിയുടെ ആളുകളാണെങ്കിൽ നേതൃത്വം പറയും, അത് അവിടെ കോളേജിൽ ശരിയല്ല, അല്ലെങ്കിൽ ആ സ്കൂളിൽ ഇന്ന ആളിതുണ്ട് എന്ന് പറയുമ്പോൾ നേതൃത്വം വിളിച്ച് വിലക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവരനുസരിക്കും. പക്ഷെ ഗ്യാങ്സ്റ്റാറുകൾ തമ്മിൽ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെ വിളിച്ച് ഈ അഭിപ്രായങ്ങൾ ചോദിക്കും, പറയും? ആരുടെ സാർ പറയേണ്ടത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. ഇപ്പോൾ പൊതുവേദിയുടെ മറ്റൊരു സ്ഥിരം പ്രേക്ഷകൻ ശ്രീ ഡേവിഡ് വിജയ്, അദ്ദേഹം പള്ളുരുത്തിയിൽ നിന്നാണ് ഇന്ന് ചേരുന്നത് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിലാണോ അതോ സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ കറങ്ങുന്ന ആളാണ്? ഇന്ന് പള്ളുരുത്തിയിലുണ്ട്. എന്ത് തോന്നുന്നു ശ്രീ ഡേവിഡ് വിജയ്? ഉത്തരേന്ത്യയിലൊക്കെ കറങ്ങിയിട്ടുള്ള ആളാണ്. ഇത്രയൊന്നും രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അങ്ങ് ധാരാളം പോയിട്ടുണ്ട്. ഇവിടെ എന്ത് തോന്നുന്നു ശ്രീ ഡേവിഡ് വിജയ്? ഈ കോടതിയുടെ നിരീക്ഷണം എത്ര കണ്ട് പ്രായോഗികമാണ്? കോടതിയുടെ നിരീക്ഷണം എന്താന്ന് ഞാൻ കണ്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുൻപും ഇത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡിബേറ്റുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുട്ടികൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധം വേണം. എവിടെയാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയണം. ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഏതാണ്ട് ഹൈസ്കൂൾ ലെവൽ വരച്ചൊക്കെ ഞാനിപ്പോ ആ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമെന്ന് വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല. അന്ന് നല്ല നേതാക്കന്മാർ വന്ന് സ്റ്റഡി ക്ലാസ് തരും, എന്താണ് ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് മറ്റവരെ ചെയ്തിട്ടുള്ളത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് അവരുടെ രാഷ്ട്രീയ ആചാര്യന്മാരിൽ നിന്നില്ല. അതിന് പകരം മാർഷൽ ആയിട്ടുള്ള അറ്റാക്കിംഗ് ഇതാണ് കൊടുക്കുന്നത് അല്ലേ? അവര് കാണിക്കുന്ന അക്രമങ്ങളും അല്പത്വവും പിന്നെയുള്ള ചില ഇതുകളും അവർ കാണിച്ചു കൊടുക്കുന്നെങ്കിൽ കൊണ്ട കുട്ടികൾ വളരുന്നു. അതിപ്പോ ഒരു കുടുംബത്തിൽ ശരി, അവരുടെ മാതാപിതാക്കൾ ശരി, അല്ലെങ്കിൽ മക്കളെങ്ങനെ ശരിയായിട്ട് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു കലാലയ രാഷ്ട്രീയം തികച്ചും നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. EMS നമ്പൂതിരിപ്പാട് അതുപോലെയുള്ളവരൊക്കെ കലാലയ രാഷ്ട്രീയത്തിൽ കൂടി അവർ വളരെയേറെ പഠിച്ചിട്ടൊക്കെയാണ് വലിയ ഭൂപരിഷ്കരണ നിയമവും ഇതൊക്കെ നടപ്പിലാക്കിയത്. അതില്ലാതെ വന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ഞാൻ ഇന്ന് ആന്ധ്രയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെയൊക്കെ ആ പാവപ്പെട്ടവനും ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അവർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ വളരെ വലുതാണ്.
അപ്പൊ ഇത് തികച്ചും നിരോധിക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞ കൂട്ടത്തിൽ ഈ നാർക്കോട്ടിക്സ് അങ്ങനെയുള്ള അനാശാസ പ്രവണതകളൊക്കെ നിർത്തണമെങ്കിലും കുട്ടികളെ ഒരു ബോധവാന്മാരാക്കുന്നത് നല്ലതാണ്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷക കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്, ശ്രീമതി ജയ. ശ്രീമതി ജയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കാരണം കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഇനി വല്ല ടൂറ് പോയോ, പൊതുവേദിയെ മറന്നോ എന്നൊക്കെ ഞാനിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം മനു. നമസ്കാരം. എന്ത് പറ്റി, എന്താണ്? ഞാനൊന്നും പോയില്ല, ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. കിരണായിരുന്നു 2 ദിവസം ഞാൻ വിളിച്ചപ്പം. ആയിരുന്നു ഡൽഹിയിലൊക്കെ പോയിട്ട് വന്നത്. ഞാൻ കണ്ട് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ശരി. അല്ലേ, മനു പൊതുവേദിയിൽ വരാഞ്ഞതാ, ഞാൻ വരാഞ്ഞതല്ല. ശരി. അപ്പം ഞാനാണ് വരാതിരുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം കുറെ ദിവസം കിരൺ ബാബു ആണ് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. കിരൺ ബാബു ആയിരുന്നു. അപ്പൊ ഞാൻ പറയട്ടെ അഭിപ്രായം. ക്യാമ്പസിൽ രാഷ്ട്രീയം വേണം, പക്ഷെ ഈ ഇന്നത്തെ നിലയിലുള്ള രാഷ്ട്രീയം വേണ്ട. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഗവർണർ വന്നപ്പോ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ പ്രശ്നം നമ്മൾ കണ്ടില്ലേ. അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ 1ാം പൗരനാണ്. രാഷ്ട്രീയം ഏതോ ആവട്ടെ, അദ്ദേഹം വരുമ്പോ അതിന്റേതായ മാന്യത നമ്മൾ കാണിക്കണം. ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനം ആവട്ടെ, അവർക്ക് എന്തെങ്കിലും അനിഷ്ടം കൊണ്ടായിരിക്കും. അതൊന്ന്. രണ്ടാമത് നമ്മുടെ വയനാട് കണ്ടില്ലേ, ഒരു കുഞ്ഞിനെ കൊന്നത്. ആ പയ്യന്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന്, സിദ്ധാർത്ഥൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കുഞ്ഞിനെ പഠിക്കാൻ വേണ്ടി വിട്ടതാ. അല്ലാതെ മോൻ പോയി പഠിച്ചോന്നും പറഞ്ഞ് ആരും സ്പോൺസർ ചെയ്തൊന്നുമല്ല. ആ കുഞ്ഞിനെ അവർക്ക് അതൊരു ഓർമ്മ മാത്രം ആയില്ലേ. ആ രാഷ്ട്രീയം വേണ്ട. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം രാഷ്ട്രീയം നല്ലത് തന്നെയാണ്, പക്ഷേ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം ആയിരിക്കരുതെന്നാണ്. നമ്മളിപ്പോ, എനിക്കൊരു മകനുണ്ട്. ആ മകനെ ഞാൻ കോളേജിൽ വിടുമ്പം വൈകിട്ട് തിരിച്ചു വരുന്നത് കാത്തിരിക്കുക നമ്മള്. അന്നേരം ഇങ്ങനെ ഒരു വൃത്തികെട്ട വാർത്തയാണ് കേൾക്കുന്നതെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയം വേണ്ട. നല്ല രീതിയിലുള്ള രാഷ്ട്രീയം കോളേജിൽ നല്ലത് തന്നെയാണ് മനു. വ്യക്തമാണ് അഭിപ്രായം. ഏതായാലും ദീർഘനാളുകൾക്ക് ശേഷം വീണ്ടും ശ്രീമതി ജയയും ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. ചന്ദ്രൻ നായർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ചന്ദ്രൻ നായറും ആയിട്ടും ഞാൻ കുറേ ദിവസമായി സംസാരിച്ചിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായരും ലേശം തിരക്കിലായിരുന്നിരിക്കണം അല്ലേ? എന്തായാലും പക്ഷേ ഇന്ന് സമയം കണ്ടെത്തി അദ്ദേഹം പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ, എന്ത് തോന്നുന്നു, ഈ രാഷ്ട്രീയ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ കേരളത്തിൽ? സാർ, ആദ്യം പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. സാർ ഒരു അല്പം നേരത്തെ വായിച്ച ഒരു വിഷയം, അതായത് PF-ന്റെ ഒരു വിഷയം പറഞ്ഞല്ലോ സാർ. 5.5 ലക്ഷം പേരുടെ, അതായത് 2014 മുമ്പുള്ള 5.5 ലക്ഷം പേരുടെ പെൻഷൻ വെട്ടിക്കുറച്ചിരിക്കുകയാണ് സാർ. ആ വിഷയം എടുക്കണം. അതവിടെ നിൽക്കട്ടെ സാർ. നമ്മുടെ 20 വർഷം മുമ്പ് എന്റെ മകൻ ഇവിടെ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്നു. അവൻ പ്ലസ് ടു ഫസ്റ്റ് ഇയർ പഠിച്ചിരുന്നു. പ്ലസ് 1 സാറ്. പ്ലസ് 1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ വന്ന് ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ പുറത്തിറക്കിയിട്ട് അവര് കൊടി കൊടുത്തിട്ടെന്ന് വെച്ചാൽ ആയുർവേദ കോളേജിന്റെ അവിടെ ഉള്ള ഒരു ഓഫീസ്, അവരുടെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ നയിച്ചുകൊണ്ട് പോയി. അന്ന് വൈകുന്നേരം അവൻ കരഞ്ഞും കൊണ്ട് വന്നു. പ്ലസ് 1കാരനായ അവൻ കരഞ്ഞും കൊണ്ട് വന്നു. എന്നെ നിർബന്ധിച്ച് കൊടിയും പിടിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു സാർ. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ VJT ഹാളിന്റെ മുമ്പിൽ പോലീസ് ജീപ്പ് കത്തിച്ചിട്ട്, കത്തിക്കുന്നവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറി പോയിട്ട് മതിൽ ചാടി അവർ പോകും. യഥാർത്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എന്ന് വെച്ചാൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി തല്ലുന്ന ഒരവസ്ഥ. അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് എന്റെ മകനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലേക്ക് വിടണ്ട എന്ന് തീരുമാനിച്ചിട്ട് സാർ, പ്ലസ് 1 പഠിച്ചുകൊണ്ടിരുന്ന അവനെ നേവിയിലേക്ക് അവനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് നേവിയിൽ കയറ്റി. പ്ലസ് 2 എന്താന്ന് വെച്ചാൽ അവൻ ലീവ് എടുത്ത് വന്നാണ് സാർ പഠിച്ചത്. അവനെ ഞാൻ കോളേജിലേക്ക് വിട്ടില്ല. അങ്ങനെയാണ് സാർ അന്നത്തെ അവസ്ഥ. 20 വർഷം മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും മാറിയിട്ടില്ല സാർ. കലാലയം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിച്ച് അവർ ഇന്ത്യയുടെ നല്ല നല്ല പൗരന്മാരായി മാറേണ്ടവരാണ്. നിർഭാഗ്യവശാൽ അവർ അവിടെ നിന്ന് വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ വരുന്നു. അത് കാരണം കൊണ്ട് കോളേജും സ്കൂളും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് സാർ എൻ്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്നത് വളരെ സന്തോഷം. അത് അങ്ങ് ഉന്നയിച്ച ഈ EPF പെൻഷൻ വിഷയം അത് വളരെ സുപ്രധാനമാണ്. ആ വിഷയം നമുക്ക് ഒരു ദിവസം എടുത്ത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. തോമസ് KC എഴുതുന്നത് ന്യൂസ് 18-ൽ
ന്യൂസ് 18 ഓഫീസിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കണം എന്നാണ്. ശ്രീ തോമസ് കെ സി വിചാരിക്കുന്നത് ഞാൻ പൊതുവേദിയിൽ വരാത്തത് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെയല്ല, മറ്റു ചില ജോലികളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് വരാൻ പറ്റാത്തത്. ന്യൂസ് 18 ഓഫീസിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കണം എന്ന് തോമസ് കെ സി പറയുന്നു. ഞാൻ മുങ്ങുന്ന ആളല്ല. ഏതായാലും കൊള്ളാം. ഏതായാലും തോമസ് കെ സിയുടെ തമാശ എനിക്കും ഇഷ്ടപ്പെട്ടു. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദീപുവാണ്. ശ്രീ ദീപു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. രാഷ്ട്രീയം കുറേ കൂടി ഗൗരവത്തോടെ കാണുന്ന ഒരാളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും അങ്ങനെ ആകണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. ഈ കലാലയ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് നിയന്ത്രിക്കാൻ ആളുകൾക്ക്, നേതൃത്വത്തിന് കഴിയാറില്ല. ചിലപ്പോൾ സൗകര്യപൂർവ്വം ആളുകൾ കണ്ണടയ്ക്കുന്നു. ഇതൊക്കെ ഇതിനെ വളരെ ദുർഘടമാക്കുന്നു. ഇത് മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ ദീപു കരുതുന്നത്? അല്ല, ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരവായിട്ട് പറയാം. അത് എല്ലാവരും ഇരുന്ന് ചിന്തിച്ച് ഏതുവരെ ആകാം, ഏതുവരെ ആകാൻ പാടില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുഴുവൻ പാഴാണ്. ആർഷോ പ്രശ്നമാണ്. SFI ആണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നമെന്നാണ് ഇവിടെ കുറേ പേര്. ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ മുഴുനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തന്ത വൈബാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ചെറുപ്പക്കാരെ കുറിച്ചിട്ട് ഈ ഏതെങ്കിലും ഒരു വലിയ ആളുടെ അടുത്ത് ചോദിച്ചു നോക്കി, പ്രായമുള്ള അവർക്ക് എപ്പോഴും ഇതേ പറയാൻ സമയം ഉണ്ടാവുള്ളൂ. അതാണ് നടക്കുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വേറെ ഒരു പ്രസ്ഥാനത്തിലും ഉണ്ടാവില്ല, വിദ്യാർത്ഥികളുടെ അടുത്ത് മാത്രമാണ് ഉണ്ടാവുന്നത്. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഉണ്ടാകും. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ്, പിന്നെ വിമൻസ് കോളേജ്, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ്, ആർഷോ, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് തന്നെ ഞാനൊരു കാര്യം പറയാം. യൂണിവേഴ്സിറ്റി കോളേജിൽ രാഷ്ട്രീയമുണ്ട്. അവിടെ വേറെ KSUവിനെ എടുത്ത് SFIക്ക് ഒക്കത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അവര് പ്രവർത്തിക്കണം. അടിയും കൊണ്ടും എല്ലാം കൊണ്ടുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അഗ്രഷൻസ് ഉണ്ടാകും. അത് ഏത് മേഖലയിലും ഉണ്ടാകും. അത് പ്രവർത്തിക്കണം. അല്ലാതെ പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് അവരെ എടുത്ത് ഒക്കത്ത് വെച്ച് SFI നടക്കാൻ പറ്റും? അത് പോട്ടെ. മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ വേറൊരു കാര്യം എടുക്കാം. ഈ രാജ്യത്ത്, ഇന്ത്യയിൽ NIRF, അതായത് അവർ തെരഞ്ഞെടുത്ത 100 കോളേജുകളിൽ 22ാമത്തെ റാങ്കാണ് യൂണിവേഴ്സിറ്റി കോളേജിനുള്ളത്. ഏത്? ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് 22ാം റാങ്ക് എന്ന് പറയുന്നത്. അതിനു മുമ്പ് രാജഗിരി ഉണ്ട്, 20ാം റാങ്കാണ്. ഈ നമ്മുടെ സർക്കാർ കോളേജുകളിൽ ഏറ്റവും നല്ല കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഈ കോളേജുകളിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഈ 365 ദിവസം എടുത്ത ഈ ഒരു ചർച്ച, അതായത് വിദ്യാർത്ഥിയുടെ അവിടെ അടി ഉണ്ടായി എന്നൊരു ചർച്ച ഒരു ദിവസമല്ലേ കാണുള്ളൂ? ബാക്കി ഇതുള്ള ദിവസം നടക്കുന്ന കലാപരമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെയല്ലേ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1-2 സ്ഥാനങ്ങൾക്കായിട്ട് മത്സരിക്കുന്നത്? യൂണിവേഴ്സിറ്റി കോളേജിനോട് മത്സരിക്കുന്ന മാർ ഇവാനിയസ് കോളേജ് അമ്പേ പിന്നിലായി 89ാം സ്ഥാനത്താണ്. പിന്നെ മഹാരാജാസ് കോളേജ് 50ാം സ്ഥാനത്താണ്, 53ാം സ്ഥാനത്താണ്. ദീപു പറയുന്നത് വ്യക്തമാണ്. പക്ഷെ ഒരു ചെറിയ വാർത്ത അവിടെ വന്നതുകൊണ്ടാണ്. വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ നമുക്ക് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോവിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നു. ഡാനി പോൾ എനിക്കൊപ്പം ചേരുന്നു. കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോവിൻ്റെ സംസ്കാരം മേലാട് പള്ളി സെമിത്തേരിയിലാണ് നടക്കുന്നത്. ഡാനി പോൾ, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഏത് തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന പ്രതിഷേധം ആളുകൾക്കുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഏറെക്കുറെ പരിഹരിച്ചു എന്ന് മനസ്സിലാക്കാനാകുന്നു. സംസ്കാര ചടങ്ങുകൾ കുറച്ച് സമയം മുൻപ് പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സെമിത്തേരിയിൽ ഇപ്പോൾ അവരെ അവശേഷിക്കുന്ന ബന്ധുക്കളും എല്ലാവരും തന്നെ തിരിച്ചു പോയിരിക്കുന്നു. ആരും തന്നെ അവശേഷിക്കുന്നില്ല. കാരണം 4 മണിക്ക് കൃത്യമായ ചടങ്ങുകളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷം അത് പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പൊതുദർശനത്തിന് വീട്ടിലേക്ക് എത്തിച്ച സമയം മുതൽ തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. അതിൽ എൽദോസിനെ അറിയുന്നവരും അറിയാത്തവർ തന്നെ എന്ന് തന്നെ പറയാം. അത് അവരായിരുന്നു കൂടുതൽ പേരിവിടേക്ക് എത്തി. എൽദോസിൻ്റെ വീട്ടിൽ, അതോടൊപ്പം തന്നെ അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾ നടന്ന, പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്ന മർത്തോമ പള്ളിയിൽ ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്ന കല്ലറ പൂർണ്ണമായും മൂടിയിരിക്കുന്നു. ഇവിടെ കറുമറ്റം മർത്തോമ പള്ളി സെമിത്തേരിയിൽ ഇവിടങ്ങളിലായിട്ട് ഒട്ടനവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയത്. ഇന്നലെ രാത്രി ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം മേഖല തന്നെ പൂർണ്ണമായും തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ വലിയൊരു തിര തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിരവധിയായി അവർ കാലങ്ങൾ
വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യവും നടപ്പിൽ വരുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. കിടങ്ങ് നിർമ്മിക്കുക, ഫെൻസിംഗ് ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ എന്തിന് ആ വഴിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ അവർക്ക് സാധ്യമായിരുന്നില്ല അധികാരികൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നു. ഇന്ന് അവിടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലും അതോടൊപ്പം തന്നെ കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുമെല്ലാം തന്നെ ഹർത്താൽ ആചരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ കിടങ്ങ് നിർമ്മാണവും വൈകാതെ തന്നെ തുടങ്ങാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നതിൽ കിടങ്ങ് നിർമ്മാണത്തിൻ്റെ പ്രാഥമികമായ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. സർവേയും ഒപ്പം തന്നെ മണ്ണ് നീക്കലും അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണ തോതിൽ തന്നെ എത്തണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് വൈകുകയാണെങ്കിൽ തങ്ങൾ സമരത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം നേര്യമംഗലത്തെ കാട്ടാന പനമരം മറിച്ചിട്ട് ഒരു വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് വീണു. ബൈക്കിൽ സഞ്ചരിക്കാവുന്ന വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് വീണ വിദ്യാർത്ഥിനി മരണപ്പെട്ടിരുന്നു. ഒരാൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായി ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. കർഷകർക്കുള്ള പ്രതിസന്ധികൾ വലുതാണ് വന്യമൃഗങ്ങളുടെ ഈ ആക്രമണം മൂലം. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാകും വരെയും തങ്ങൾ ഈ ജാഗ്രതയോടുകൂടി സമരപരിപാടികൾ ഇത്തരം കാര്യങ്ങൾക്ക് തുടർച്ചയുണ്ട് അല്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ എൽദോയുടെ മരണം അത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിന് തന്നെയാണ് ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത്. അതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അതിൽ അധികൃതർ ഇനിയും ഇത് ഒരു ലാഘവത്തോടെ കാണാൻ തയ്യാറാകരുത്. ഒട്ടനവധി ഇടങ്ങളിൽ ആളുകൾ ശക്തമായ പ്രതിഷേധം പല ഘട്ടങ്ങളിൽ കൊണ്ടുവരികയും ഇത് മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തതാണ്. സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് ഫെൻസിങ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ശാസ്ത്രീയ മാർഗങ്ങൾ ആരായുകയും വന്യമൃഗങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഒക്കെ അധികൃതരുടെ ഭാഗത്ത് കുറച്ചുകൂടെ ഫലവത്തായി നടപ്പിലാക്കാതിരുന്നാൽ നമുക്ക് ഈ ദുരവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഏതായാലും എൽദോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. അതിനിടയിലാണ് നമുക്ക് ഈ സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ നൽകേണ്ടി വന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.